Once again, welcome back to my YouTube channel. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം പൊതുവേ ഉണ്ടാകാറുള്ള ഒരു കൺഫ്യൂഷനാണ് ഡു യു വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ അതോ ആർ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ എന്ന്. സോ ഇന്ന് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിപ്പം ഒരാളോട് നീ ഒരു പാട്ടുകാരിയാണോ, അല്ലെങ്കിൽ നീ ഒരു ഡാൻസുകാരിയാണോ, അല്ലെങ്കിൽ നീ ഒരു ടീച്ചറാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പം നമ്മൾ ആർ യു ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ആർ യുവിൻ്റെ കൂടെ ഒരു നൗൺ. അപ്പം നമുക്ക് ചോദിക്കേണ്ടത് നീ ഒരു ടീച്ചറാണോ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ആർ യു എ ടീച്ചർ? ആർ യു എ ടീച്ചർ? നീ ഒരു ടീച്ചറാണോ? ഇനി നീ ഒരു വിദ്യാർത്ഥിയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു എ സ്റ്റുഡൻറ്റ്? സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ്. സോ ആർ യു എ സ്റ്റുഡൻറ്റ് എന്ന് ചോദിച്ചാൽ നീ ഒരു വിദ്യാർത്ഥിയാണോ എന്നാണ് മീനിങ്. ഇനി നീ ഒരു പാട്ടുകാരിയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു എ സിംഗർ? ആർ യു എ സിംഗർ? സിംഗർ എന്ന് പറഞ്ഞാൽ പാട്ടുകാരി എന്നാണ്. സോ നീ ഒരു പാട്ടുകാരിയാണോ എന്ന് ചോദിക്കാൻ ആർ യു എ സിംഗർ. അങ്ങനെയാണെങ്കിൽ നീ ഒരു കലാകാരനാണോ അല്ലെങ്കിൽ കലാകാരിയാണോ എന്നെങ്ങനെ ചോദിക്കും? കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് എന്നാണ്. സോ നീ ഒരു കലാകാരനാണോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? ആർ യു ആൻ ആർട്ടിസ്റ്റ്? ആർ യു ആൻ ആർട്ടിസ്റ്റ്? ഇവിടെ എന്തുകൊണ്ടാണ് ആൻ വന്നത്? ആർട്ടിസ്റ്റ് എന്ന വാക്ക് വവൽ സൗണ്ടായ ആ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അവിടെ ആർ യു ആൻ ആർട്ടിസ്റ്റ് എന്ന് വന്നത്. ഇനി നമ്മളിപ്പോൾ ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുവാണ്. അതായത് നീ സന്തോഷവാനാണോ, നീ ദുഃഖിതനാണോ, അല്ലെങ്കിൽ നീ ക്ഷീണിതനാണോ, ഇങ്ങനെ ചോദിക്കേണ്ടപ്പം നമ്മൾ ആർ യു പ്ലസ് അഡ്ജക്റ്റീവ് വരും. അതായത് സന്തോഷവാനാണോ എന്ന് ചോദിക്കണമെങ്കിൽ സന്തോഷവാൻ എന്ന് പറയുന്നത് ഹാപ്പി എന്നാണ്. സോ ആർ യു ഹാപ്പി? നീ ക്ഷീണിതനാണോ എന്നെങ്ങനെ ചോദിക്കും? ക്ഷീണിതൻ എന്ന് പറയാൻ ടയേർഡ് എന്ന് പറയാം. സോ ആർ യു ടയേർഡ്? ഇനി നീ തയ്യാറാണോ അതെങ്ങനെ ചോദിക്കും? ആർ യു റെഡി? തയ്യാറെന്ന് പറയാൻ റെഡി എന്നാണ്. സോ ആർ യു റെഡി എന്ന് ചോദിച്ചാൽ നീ തയ്യാറാണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നീ ഓക്കെ ആണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ഓക്കെ? ഇനി നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്നേരവും നമ്മൾ ആർ യു പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി എന്നുള്ള ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. സോ നീ വായിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു? വായിക്കുക എന്ന് പറയുന്നത് റീഡാണ്, അതിൻ്റെ ഐ എൻ ജി ചേർത്ത് വേണം പറയാൻ. സോ ആർ യു റീഡിങ് എന്ന് ചോദിച്ചാൽ നീ വായിക്കുകയാണോ എന്നാണ് മീനിങ്. ആർ യു റീഡിങ്? ഇനി നീ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു? പഠിക്കുക എന്ന് പറയുന്നത് സ്റ്റഡി എന്നാണ്. സോ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് വരും. ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? അതായത് നീ ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്നാണ് മീനിങ്. ഇനി നീ പാട്ട് കേൾക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ലിസൺ ടു മ്യൂസിക് എന്നാണ്. സോ നീ പാട്ട് കേൾക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ലിസ്ണിംഗ് ടു മ്യൂസിക്? ആർ യു ലിസ്ണിംഗ് ടു മ്യൂസിക്? അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. നിനക്കിപ്പം സുഖം തോന്നുന്നുണ്ടോ? ഇപ്പോൾ സുഖം തോന്നുക എന്ന് പറയുന്നത് ഫീൽ ബെറ്റർ നൗ എന്നാണ്. സോ നിനക്ക് ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കുമെന്ന് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നീ ചെയ്ത് തീർന്നോ, ഇങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ഉപയോഗിക്കേണ്ട കേസസിൽ നമ്മൾ ആർ യു ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ താല്പര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോമാണ്, ഇൻട്രസ്റ്റഡ് എന്ന് വരും. സോ ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചാൽ നിനക്ക് താല്പര്യമുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഇനി നീ ചെയ്ത് തീർന്നോ എന്ന് ചോദിക്കണമെങ്കിലോ ആർ യു ഫിനിഷ്ഡ് എന്ന് ചോദിക്കാം. ആർ യു ഫിനിഷ്ഡ്? അല്ലെങ്കിൽ ആർ യു ഡൺ എന്ന് ചോദിക്കാം. ആർ യു ഡൺ? ഇനി നമ്മളിപ്പം ആരോടെങ്കിലും നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലാണോ അല്ലെങ്കിൽ റൂമിനകത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പം പ്രിപ്പോസിഷണൽ ഫ്രേസസ് യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ ആർ യു ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നീ മുറിയിലാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ഇൻ ദ റൂം? ആർ യു ഇൻ ദ റൂം? ഇൻ ദ റൂം എന്ന് പറഞ്ഞാൽ റൂമിനകത്ത് എന്നുള്ള അർത്ഥമാണ്. നീ റൂമിലാണോ എന്ന് ചോദിക്കാനാണ് ആർ യു ഇൻ ദ റൂം. ഇനി നീ വീട്ടിലാണോ എന്നെങ്ങനെ ചോദിക്കും? വീട്ടിൽ എന്ന് പറയാൻ അറ്റ് ഹോം എന്നാണ് പറയുന്നത്. സോ ആർ യു അറ്റ് ഹോം എന്ന് ചോദിച്ചാൽ നീ വീട്ടിലാണോ എന്നാണ് മീനിങ്. ആർ യു അറ്റ് ഹോം? അങ്ങനെയാണെങ്കിൽ നീ ഇന്ത്യയിൽ നിന്നാണോ എന്നെങ്ങനെ ചോദിക്കുമെന്ന് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കാൻ നമ്മൾ
ആർ യു ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഡു യു ആണ്. അപ്പം ഡു യു വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എപ്പോഴും വേർബ് ബേസ് ഫോമിലായിരിക്കണം. ഇത് ഓർത്ത് വയ്ക്കുക. സോ ഡു യു യൂസ് ചെയ്യുന്നത് നമ്മൾ ജനറലായിട്ട് ചോദിക്കത്തില്ലേ, അതായത് നിനക്ക് കുറച്ച് കാപ്പി വേണോ, അല്ലെങ്കിൽ നിനക്ക് ഈ പാട്ട് ഇഷ്ടമാണോ, ഇങ്ങനെയൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതേപോലെ തന്നെ പൊസഷനെ കുറിച്ച് ചോദിക്കുമ്പോഴും, അതായത് നിനക്കൊരു വീടുണ്ടോ, നിനക്കൊരു കാറുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടപ്പോഴും നമ്മൾ ഡു യു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിനക്ക് കുറച്ച് കാപ്പി വേണോ എന്നെങ്ങനെ ചോദിക്കും? വേണം എന്ന് പറയുന്നത് വോണ്ട് എന്നാണ്. സോ ഡു യു വോണ്ട് സം കോഫി എന്ന് ചോദിച്ചാൽ നിനക്ക് കുറച്ച് കാപ്പി വേണോ എന്നാണ് മീനിങ്. ഡു യു വോണ്ട് സം കോഫി. ഇനി നിനക്ക് ഈ പാട്ട് ഇഷ്ടമാണോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ദിസ് സോങ്. ഡു യു ലൈക്ക് ദിസ് സോങ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നുള്ളത്. സോ എപ്പോഴും ഓർക്കുക വേർബ് V1 ഫോമിൽ, അതായത് ബേസ് ഫോമിൽ തന്നെ ആയിരിക്കണം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. സോ അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. സോ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്. നിനക്ക് സഹോദരിയോ സഹോദരനോ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കണം. സോ ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഡു യു. സോ ഡു യു ഹാവ് എനി ബ്രദർ ഓർ സിസ്റ്റർ. ഡു യു ഹാവ് എനി ബ്രദർ ഓർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിനക്ക് സഹോദരിയോ സഹോദരനോ വല്ലതുമുണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഇല്ലെങ്കിൽ നമുക്ക് സഹോദരനും സഹോദരിക്കും പകരമായിട്ട് സിബ്ലിങ്സ് യൂസ് ചെയ്യാം. ഡു യു ഹാവ് എനി സിബ്ലിങ്സ് എന്ന് ചോദിച്ചാൽ നിനക്ക് സഹോദരനോ സഹോദരിയോ വല്ലതും ഉണ്ടോ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നിനക്ക് ഈ ഏരിയയൊക്കെ പരിചയമാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഫെമിലിയർ വിത്ത് ദിസ് ഏരിയ. ആർ യു ഫെമിലിയർ വിത്ത് ദിസ് ഏരിയ. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചയം എന്നുള്ള അർത്ഥമാണ്. സോ ഈ ഏരിയയൊക്കെ നിനക്ക് പരിചയമാണോ അല്ലെങ്കിൽ പരിചിതമാണോ എന്ന് ചോദിക്കാനാണ് ആർ യു ഫെമിലിയർ വിത്ത് ദിസ് ഏരിയ. ഇനി നീ ഇപ്പോൾ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണം. സോ നമ്മൾ പ്രിപ്പോസിഷണൽ ഫ്രേസസ് വരുമ്പോൾ നമ്മൾ ആർ യു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ആർ യു അറ്റ് ഹോം നൗ എന്ന് ചോദിച്ചാൽ നീ ഇപ്പോൾ വീട്ടിലുണ്ടോ എന്നാണ് മീനിങ്. ആർ യു അറ്റ് ഹോം നൗ. ഇനി നീ നിൻ്റെ ജോലിയിൽ സന്തുഷ്ടനാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ആർ യു ഹാപ്പി വിത്ത് യുവർ ജോബ്. ആർ യു ഹാപ്പി വിത്ത് യുവർ ജോബ്. വിത്ത് യുവർ ജോബ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലിയിൽ എന്നുള്ള അർത്ഥമാണ്. സോ ആർ യു ഹാപ്പി വിത്ത് യുവർ ജോബ് എന്ന് ചോദിച്ചാൽ നീ നിൻ്റെ ജോലിയിൽ സന്തോഷവാനാണോ എന്നാണ് മീനിങ്. ഇനി നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് റൈഡ് എ ബൈക്ക് എന്നാണ്. സോ ഡു യു നോ ഹൗ ടു റൈഡ് എ ബൈക്ക് എന്ന് ചോദിച്ചാൽ നിനക്ക് ബൈക്ക് എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് അറിയാമോ എന്നാണ് മീനിങ്. ഡു യു നോ ഹൗ ടു റൈഡ് എ ബൈക്ക്. ഇനി നീ നിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് ഓഫൺ. ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നാണ്. സോ നീ നിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് ഓഫൺ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ, അതായത് ഡു യു ആണോ ആർ യു ആണോ എന്ന് നിങ്ങളൊന്ന് കോമെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഹാവ് എ കാർ. അതായത് നിനക്കൊരു കാർ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. സോ ഇവിടെ ഡു യു വരുമോ ആർ യു വരുമോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിനക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കേണ്ടത്. ഡാഷ് ലൈക്ക് ടു വാച്ച് മൂവീസ്. ഇനി അടുത്തത് നമുക്ക് ചോദിക്കേണ്ടത് നിനക്ക് ഏതെങ്കിലും ഭക്ഷണത്തിനോട് അലർജി ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. സോ ഡാഷ് അലർജിക് ടു എനി ഫുഡ്. ഡാഷ് അലർജിക് ടു എനി ഫുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീ ഇപ്പം ഏതെങ്കിലും പുസ്തകം വായിക്കുവാണോ എന്ന് ചോദിക്കണം. ഡാഷ് കറൻ്റ്ലി റീഡിങ് എ ബുക്ക്. ഡാഷ് കറൻ്റ്ലി റീഡിങ് എ ബുക്ക്. സോ ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഡു യു ആണോ ആർ യു ആണോ എന്ന് കോമെൻറ്റ് ചെയ്യുക. ഇനി അടുത്ത 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്. നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം.
ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, നീ വേറെ ഏതെങ്കിലും ഭാഷകൾ സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കണം. മൂന്നാമത്തെ സെൻറ്റൻസ്, നീ നിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയിലാണോ എന്ന് ചോദിക്കണം. സോ ഇത് മൂന്നും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തൊന്ന് കോമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.